ഇത് ഒരു അപ്രോപ്രിയേറ്റ് വേ ഓഫ് സ്റ്റാർട്ടിങ് ഒരു വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ ഈ ഒരു ഫേസ് മേക്കപ്പ് കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടാവും. എന്തായാലും വെൽക്കം ടു മൈ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം സാന്ദ്ര ടു ലോർഡ് ശിവ. 2025 എൻ്റെ ഒരു നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഈ വർഷം തന്നെ 4 തവണ എനിക്ക് ഭഗവാനായിട്ട് സ്റ്റേജിൽ കയറാനായിട്ട് അവസരം ലഭിച്ചു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ ടീച്ചർ ആൻഡ് ഡയറക്ടർ ഓഫ് മുദ്ര സ്കൂൾ ഓഫ് ആർട്സ് ആയ അർച്ചൻ ചേച്ചിയോടാണ്. ഞാൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മുതൽ മുദ്രയിൽ സ്റ്റുഡൻ്റാണ്. ഈച്ച് ആൻഡ് എവറി പെർഫോമൻസ് എൻ്റെ സ്പെഷ്യലാണ്. പക്ഷേ ഈ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം തന്നെ പെർഫോം ചെയ്തത് വിമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ചെയ്ത ഒരു ടോട്ടൽ 4 ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സബ് ടോട്ടൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ബിഹൈൻഡ് ദ സീൻസിൻ്റെ. കാരണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പാരൻസ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പെർഫോമേഴ്സ് എല്ലാവരും നല്ല തിരക്കിലാണ്. ഈ വീഡിയോ എടുക്കാൻ തന്നെ ടൈം കിട്ടുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ ബിറ്റ്വീൻ തന്നെ ഞാൻ കുറച്ച് വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ദാറ്റ് മച്ച് ഓഫ് ഹറിബറി ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ബാക്ക് സ്റ്റേജ്. ഞാൻ കുറച്ച് വ്ളോഗ് എടുത്ത വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് വാച്ച് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹാഫ് ഓഫ് ദ മേക്കപ്പ് ഇസ് ഡൺ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് അറിയാലോ, പുലിത്തോലാണ്. ആദ്യം നമ്മളൊരു ക്രീം കളറ് ഒരു ഇന്നർ ബനിയനായിരുന്നു. അപ്പോൾ ക്രീം കളർ ഇടുമ്പോൾ ക്രീം തന്നെ മേക്കപ്പ്, സാധാ നോർമൽ മേക്കപ്പ്, ദെൻ കഴുത്തിൽ മാത്രം ബ്ലൂ എടുക്കാൻ പറഞ്ഞു. പക്ഷെ ശിവൻ ഈസ് ആസ് സച്ച് ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ ഡ്രസ്സ് പിന്നെ ഇട്ടു, ഫുൾ ബ്ലൂ ശിവൻ. ഇനി ഹെയർ സെറ്റ് ചെയ്യണം. ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഇവിടെ കുറിയൊക്കെ വരയ്ക്കുന്നത്. കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ട് മാഷ അരച്ച് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ടുഡേ. ഓക്കെ, ബൈ ഗൈസ്. ബാക്കി ഞാൻ മേക്കപ്പിനേക്കാളും ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ജോബ് ഹെയർ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ഒറിജിനൽ ഹെയറിൽ തന്നെ 2 വട വെച്ചിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. എൻ്റെ സെക്കൻഡ് പെർഫോമൻസിന് എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസിനകത്ത് ശരിക്കും ഒരു ജട തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള. പക്ഷേ അത് ഭയങ്കര ഹെവി ആയതുകൊണ്ട് പിന്നെ തലയിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ടൈം സ്വന്തം ഹെയറിൽ തന്നെ ചെയ്യാണ് ചെയ്തത്. പിന്നെ കുറച്ച് എക്സ്റ്റൻഷൻ വെച്ചു. അത് നമ്മൾ തന്നെ എൻ്റെ സ്വന്തം എക്സ്റ്റൻഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തില്ല. സെയിം ഹെയർ തന്നെയായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ട് ഒരു ഹെയർ സെറ്റ് ചെയ്യാൻ. ഈ മാഷ് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഹെയർ സെറ്റ് ചെയ്ത് തന്നത് സ്വന്തം ഹെയറിൽ. പിന്നെ നമ്മളിതാ ഇങ്ങനെ 2 രുദ്രാക്ഷം കൂടെ കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ മേക്കപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശിവൻ എന്ന് പറയുന്നത് പൗരുഷത്തിൻ്റെയും കൂടി ഒരു പ്രതീകമാണല്ലോ. അപ്പോൾ ആദ്യത്തെ പെർഫോമൻസിൽ എനിക്കൊരു മീശ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും വന്നൊരു ചോദ്യമാണ്, പല സൈഡിൽ നിന്നും വന്നൊരു ചോദ്യമാണ്, ശിവന് മീശ ഉണ്ടോ? പലരും കണ്ടിട്ടില്ല മീശയില്ലാന്ന്. പക്ഷെ നമുക്ക് ഒറിജിനൽ ശിവന് മീശയുണ്ടോ മീശയില്ല ഒരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു നെക്സ്റ്റ് ടൈം നമ്മൾ മീശ വെച്ചിട്ടുണ്ടായില്ല. പക്ഷേ മീശ വെച്ചതും പലർക്കും ഇഷ്ടപ്പെട്ടു, മീശ വയ്ക്കാത്തതും പലർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ള പെർഫോമൻസിലെല്ലാം ഞാൻ മീശ വയ്ക്കാതെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു തന്നു എന്ന് പറയില്ല, മേക്കപ്പ് ആയാലും ഹെയർ ആയാലും. ഒരാൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ആളെയാണ് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്, എൻ്റെ അമ്മ. അമ്മ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. ഈ സമയത്ത് അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഐ വാണ്ടഡ് ടു ആഡ് ഓൺ എ തിങ്. ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്സാണ്. ടീച്ചറുടെ ടൈം, പാരൻസിൻ്റെ ടൈം, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, സ്റ്റേജ് ഡെക്കോർ, ലൈറ്റ് ആൻഡ് സൗണ്ട്, കോസ്റ്റ്യൂമേഴ്സ്, പിന്നെ നമ്മുടെ പാഷൻ, ഇതെല്ലാം കൂടിയാണ്. സോ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നെഗറ്റീവ് പറയുന്നവരോടും ഒരു അപ്രിസിയേഷൻ പോലും തരാത്തവരോടും ഈവൻ ഒരു പോസ്റ്റോ സ്റ്റോറിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് തിങ്ക് ദ എഫേർട്സ് വി ഓൾ ആർ ഗോയിങ് ത്രൂ. സംടൈംസ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ, സംടൈംസ് ഇറ്റ് വോണ്ട്. ജസ്റ്റ് അപ്രീഷിയേറ്റ് ദ ബണ്ടിൽ ഓഫ് എഫേർട്സ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു പെർഫോമൻസിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. Please do watch and please do subscribe my YouTube channel, and thanks for watching. Bye.